ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്രൂത്ത് ഫയൽ. ഇപ്പോൾ നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ആണ്. നമ്മുടെ ബാങ്കിങ്ങിൻ്റെ JCIയുടെ ബാങ്കിങ് സിലബസിൻ്റെ അകത്ത് 3rd മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ബാങ്കിൻ്റെ ഒരു ഹിസ്റ്ററി പഠിച്ചു. ബാങ്കിങ്ങിനെ നമ്മുടെ ബാങ്കിങ് ഇൻഡസ്ട്രിയെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? ആ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ SBIയുടെ ഫോർമേഷൻ വരെ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ആണ്. ബാങ്ക്സിൻ്റെ സോഷ്യൽ കൺട്രോൾ ആണ്. അപ്പോൾ 1955 ഇമ്പീരിയൽ ബാങ്ക് SBI അതായത് നാഷണലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടന്നു. അപ്പോൾ നമ്മുടെ എക്കണോമി ലെവലിൽ ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്, നമ്മുടെ സൊസൈറ്റിയിൽ ബാങ്ക് ഏത് രീതിയിലാണ് ആളുകളിലേക്ക് ക്രെഡിറ്റ് നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻക്വയറി നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാങ്ക് ഒരു പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബാങ്കാണ് എന്ത്? കസ്റ്റോഡിയൻ ഓഫ് സേവിങ്സ് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് കൊടുക്കുന്നതിൻ്റെയും സേവിങ്സിൻ്റെയും ഒക്കെ കസ്റ്റോഡിയൻ ആരാണ്? നമ്മുടെ ബാങ്ക് തന്നെയാണ്. ബാങ്കാണ് കസ്റ്റോഡിയൻ ഓഫ് സേവിങ്സ് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ്. പിന്നെ ബാങ്ക് എന്താണ്? ഒരു പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ കാര്യമൊക്കെ ഓക്കെയാണ്, പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ അവിടെ നടക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവ്, ഒരു ഹൈലി വളരെ അധികം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ അഡ്വാൻസസും ലോൺസും ഒക്കെ ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ആർക്കാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അഡ്വാൻസസ് ടു ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓൺലി. ആർക്ക് മാത്രമേ ഉള്ളൂ? ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമാണ് എന്ത് കൊടുക്കുന്നത്? ലോൺസ് കൊടുക്കുന്നത്. പ്രയോറിറ്റി സെക്ടേഴ്സ്, നമ്മൾ കൂടുതലും പരിഗണന കൊടുക്കേണ്ട ഒരു സെക്ടറാണ് നമ്മുടെ പ്രയോറിറ്റി സെക്ടേഴ്സിൽ വരുന്ന അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അവിടെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പ്രയോറിറ്റി സെക്ടേഴ്സിൽ വരുന്ന പ്രയോറിറ്റി സെക്ടേഴ്സായ അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്ട്സ്, ഇതിനെയൊക്കെ എന്ത് ചെയ്തു? നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണ് റീസൺ എന്ന് പറയുന്നത്? ദ ചെയർമാൻ ആൻഡ് ഡയറക്ടേഴ്സ് വെയർ മോസ്റ്റ്ലി ഇൻഡസ്ട്രിയലിസ്റ്റ്. ചെയർമാനും ഡയറക്ടേഴ്സൊക്കെ കൂടുതലായിട്ട് ആരാണ്? ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ബിസിനസ് നടത്തുന്ന ആളുകളാണ് അവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റാണ് ഓരോ ബാങ്കുകളുടെയും ചെയർമാനും ഡയറക്ടേഴ്സും ഒക്കെ വരുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? Many of sanctioning large amount of loans and advances to their connected industries. അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിന് മാത്രമാണ് അവരെന്തോ ചെയ്യുന്നത്? അഡ്വാൻസസും ലോൺസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മെനി ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് ചെയർമാൻസ് എല്ലാവരും ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ആ ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ലാർജ് സ്കെയിലുള്ള അമൗണ്ട് ഓഫ് ലോൺസും അഡ്വാൻസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രയോറിറ്റി സെക്ടേഴ്സിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോയി. ഡിസംബർ 1967 എന്നാണ്. ഡിസംബർ 1967 എന്ത് ചെയ്തു? ഡിസംബർ 1967 സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂറിങ് എ ബെറ്റർ അലൈൻമെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം ടു ദ നീഡ്സ് ഓഫ് എക്കണോമി പോളിസിയിൽ ഒരു എക്കണോമിക് പോളിസിയിൽ എന്ത് ചെയ്തു? നമുക്ക് ആവശ്യക്കാരിലേക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള എക്കണോമിക് അലൈൻമെൻറ്റ് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരു സോഷ്യൽ കൺട്രോൾ ഡിസംബർ 1967 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 22, 1967 എന്ത് വന്നു? നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്തു. എന്താണ് സെറ്റപ്പ് ചെയ്തത്? നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ സെറ്റപ്പ് ടു പ്രൊവൈഡ് ഫോറം ടു ഡിസ്കസ്
ഡിസ്കസ് ചെയ്യാൻ ഒരു ഫോറമാണ് ക്രെഡിറ്റ് പ്രയോറിറ്റീസ്. ഇന്ത്യയിലെ ക്രെഡിറ്റ് പ്രയോറിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോറമാണ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ. അവിടെ ആരാണ്? ദ ഗവൺമെൻറ് ആണ് സെറ്റപ്പ് ചെയ്ത് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിനെ. ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ചെയർമാനും ഗവർണർ ഓഫ് RBI വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ എന്ത് ചെയ്തു? സെറ്റപ്പ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാണ്? നമുക്ക് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ ഫങ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? 3 ഫങ്ഷനാണ് പറയുന്നത്. അസസിങ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് റിക്വയർഡ് ഫോർ ദ എക്കണോമി ആസ് എ ഹോൾ. നമ്മുടെ എക്കണോമിക്ക് മൊത്തത്തിൽ എന്തോരം ക്രെഡിറ്റ് ആവശ്യമുണ്ട്, അതിൻ്റെ വോളിയത്തെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ് നടത്തുക. പ്രൊവൈഡിങ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ടു ദ പ്രയോറിറ്റി സെക്ടേഴ്സ്. പ്രയോറിറ്റി സെക്ടേഴ്സിന് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതിൻ്റെ, പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. എൻഷുറിങ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമി. എക്കണോമിയിൽ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ഷുവറാക്കുക. അതിന് ഒരു ഒരു ഷുവാരിറ്റിയിലേക്ക് എത്തുക. ഇക്വിറ്റബിൾ ആയിട്ട് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തത്, ഈ ഡ്രോബാക്സ് ഒക്കെ മാറ്റി അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ വന്നു. അതിൻ്റെ ഓബ്ജക്ട്സിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തണം, ഈ സോഷ്യൽ കൺട്രോൾ എങ്ങനെ നിലവിൽ കൊണ്ടുവരണം എന്നതിന് വേണ്ടിയിട്ട് ചെയ്തത്, നമ്മുടെ ബാങ്കിങ് ലോ അമെൻഡ് ചെയ്തു. ബാങ്കിങ് ലോയെ അമെൻഡ് ചെയ്ത് ഡിസംബർ 1968 എന്ത് ചെയ്തു? ഒരു അമെൻമെൻറ്റ് നടത്തി. ആ അമെൻമെൻറ്റ് നിലവിൽ വന്നതെന്നാണ്? 1 ഫെബ്രുവരി 1969. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. അപ്പോൾ ബാങ്കിങ് ലോ അമെൻഡ് ചെയ്ത് ഡിസംബർ 1968, അത് നിലവിൽ വന്നത് 1 ഫെബ്രുവരി 1969 നിലവിൽ വന്നു. ഈ അമെൻമെൻറ്റ്സ്, ഈ ലോയിൽ വരുത്തിയ ഈ അമെൻമെൻറ്റ്സിന് ടുഗദർ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നതാണ് എന്ത്? സോഷ്യൽ കൺട്രോൾ ഓവർ ദ ബാങ്ക്സ്. അപ്പോൾ ബാങ്കുകൾക്ക് വേണ്ട സോഷ്യൽ കൺട്രോൾ ആണ് എന്തിൽ വന്നത്? ഈ അമെൻമെൻറ്റിൽ വന്നത്. അപ്പോൾ നമ്മുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൊറാർജി ദേശായി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഈ ബില്ല് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു കോട്ടാണ്. നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഈ സോഷ്യൽ കൺട്രോളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ തരുന്ന കൃത്യമായിട്ടുള്ള ഡെഫിനേഷനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് സോഷ്യൽ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഗുലേറ്റ് അവർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്. നമ്മുടെ സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള ലൈഫിനെ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. സോ ആസ് ടു അറ്റൻഡ് ദ ഓപ്റ്റിമം ഗ്രോത്ത്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്റ്റിമം ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യണം നമ്മുടെ എക്കണോമിക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം നമ്മൾ? ആൻഡ് ടു പ്രിവെൻറ്റ് അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യണം? മോണോപോളിസ്റ്റിക് ട്രെൻഡ്. നമ്മുടെ എക്കണോമിയിൽ എന്ത് നടക്കുന്നുണ്ട്? മോണോപോളിസ്റ്റിക് ട്രെൻഡ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അതും എന്ത് ചെയ്യണം? നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. പിന്നെ മിസ് ഡിറക്ഷൻ ഓഫ് റിസോഴ്സിൻ്റെ മിസ് ഡിറക്ഷൻ ഉണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൊറാർജി ദേശായി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പറഞ്ഞത്, regulate our social and economic life so as to attain the optimum growth rate for our economy and to prevent at the same time monopolistic trend, concentration of economic power and misdirection of resources. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ BR ആക്ടിൽ നമ്മൾ അമെൻമെൻറ്റ് വരുത്തിയതിൽ മെയിനായിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെ അമെൻമെൻറ്റ്സ് ആണ് നമ്മുടെ സോഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ട് ലോയിൽ, ബാങ്കിങ്ങിൻ്റെ ലോയിൽ വരുത്തിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് മാറ്റാൻ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ബിഗ്ഗർ ബാങ്ക്സിനെല്ലാം bigger banks are managed by whole-time chairman possessing special knowledge and practical experience of the working of the banking company or finance, economic or business administration. അപ്പോൾ ഒരു ഫുൾ ടൈം, ഒരു ഹോൾ ടൈം ചെയർമാൻ വേണം.
നേരത്തെ ചെയർമാനൊക്കെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അവരുടെ പർട്ടിക്കുലർ ഫേവറിസം നോക്കിയായിരുന്നു ലോൺസുകൾ സാങ്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്താണ്? വലിയ വലിയ ബാങ്കുകളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ടൈം ചെയർമാൻ വേണം. ആ ചെയർമാനിന് സ്പെഷ്യൽ ആയിട്ടുള്ള നോളജ് ഉള്ള ആളായിരിക്കണം, അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. എന്തൊക്കെ കാര്യത്തിൽ? ബാങ്കിങ് കമ്പനിയുടെ വർക്കിംഗ്, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഈ കാര്യങ്ങളിൽ പ്രാക്ടിക്കൽ നോളജ്, സ്പെഷ്യൽ നോളജ് ഉള്ള ആളുകളെ മാത്രമാണ് ചെയർമാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ആൾ ഫുൾ ടൈം ചെയർമാൻ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. നമ്മുടെ ഡയറക്ടേഴ്സ്, മജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയായിരിക്കണം? മജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് should have special knowledge or practical experience in any of the areas such as accountancy, agriculture and rural economy. മജോറിറ്റി ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് എന്ത് വേണം? സ്പെഷ്യൽ നോളജ് ഉണ്ടായിരിക്കണം. 50% എബോവ് ഉള്ള ഡയറക്ടേഴ്സും ഈ കാര്യങ്ങളിൽ പ്രാക്ടിക്കൽ നോളജ് ഉള്ളവർ തന്നെയായിരിക്കണം ഡയറക്ടർ ബോർഡിലും വരേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള യൂസേജ് വരും. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ എത്തേണ്ടടുത്ത് പ്രയോറിറ്റി സെക്ടേഴ്സിനും എല്ലായിടത്തും ലോൺസും കാര്യങ്ങളും എത്തും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അതിൽ ആഡ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് പ്രൊഹിബിറ്റ് ചെയ്തു. ബാങ്ക് എന്താണ് പ്രൊഹിബിറ്റ് ചെയ്തത്? Bank prohibit from making any loan or advance, secured or unsecured loan to their directors or any companies in which they have substantial interest. പ്രത്യേകം ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മുടെ ഡയറക്ടേഴ്സിനോ അങ്ങനെ ഉള്ളവർക്ക് പ്രത്യേകം ഇൻട്രസ്റ്റ് ഉള്ള കമ്പനികളിലേക്കോ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് അഡ്വാൻസസ് അല്ലെങ്കിൽ ലോൺസ് കൊടുക്കുന്ന കാര്യം ബാങ്ക് പ്രൊഹിബിറ്റ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്, ബാങ്കിങ് ലോയിൽ വരുത്തിയ ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ്. ഈ രീതിയിലൂടെ നമ്മുടെ ബാങ്കുകളെ കൺട്രോൾ ചെയ്ത് പ്രയോറിറ്റി സെക്ടേഴ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അവരിലേക്ക് കൂടെ ലോണുകൾ എത്തിക്കാനുള്ള നടപടികളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്